ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വലിയൊരു സംഭവം കാണാം. ഒരു മനുഷ്യൻ, അയാൾക്ക് കുറച്ച് പണം കടം കിട്ടാൻ വേണ്ടിയിട്ട് അയാളൊരു സുഹൃത്തിനെ കാണാൻ പോയി. സുഹൃത്തിനെ കാണാൻ പോയത് നമ്മുടെ നാട്ടിൽ നിന്ന് വാഹനം കയറിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുമ്പോഴല്ല, കപ്പൽ കയറിയിട്ടാണ് ഇയാൾ പോയത്. കപ്പൽ കയറി വേറെ സ്ഥലത്ത് എത്തണമെങ്കിൽ എത്ര സഞ്ചരിക്കണം? അയാൾ കപ്പൽ കയറി പോയി, കപ്പൽ ഇറങ്ങിയിട്ട് വേറെ നാട്ടിലുള്ള സുഹൃത്തിനെ കണ്ടു. എന്തിനാ വന്നു എന്ന് വെച്ചു. നിങ്ങൾ എനിക്ക് കുറച്ച് ദീനാർ കടം തരണം. കടം ചോദിക്കാൻ വന്നതാ? അതെ, കടം ചോദിക്കാൻ വന്നതാണ്. അപ്പൊ കടം കൊടുക്കുന്ന ആള് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ദീനാറൊക്കെ കടം തരാം, പക്ഷേ നിങ്ങൾക്ക് ആരാണ് സാക്ഷി എന്ന് ചോദിച്ചു. സാക്ഷി ആരാന്ന് ചോദിച്ചപ്പോ കടം വാങ്ങാൻ വേണ്ടി വന്ന കൂട്ടുകാരൻ പറഞ്ഞു, സാക്ഷിയോ? കഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹുവേ സാക്ഷിയുള്ളൂ, ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഒറ്റക്കാണ് സുഹൃത്തെ വന്നത്. സാക്ഷി നിങ്ങൾ കടം വാങ്ങിപ്പോയി എന്നുള്ളതിന് എന്നോട് ആരും ചോദിച്ചാൽ പറയാനും സാക്ഷി വേണ്ടേ? കഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹുവാണ് സാക്ഷി. നിങ്ങളിത് തിരിച്ചു തരുന്നെന്താ ഉറപ്പ്? കഫാ ബില്ലാഹി കഫീല, ഞാൻ അള്ളാഹുവിനെ കഫീലാക്കിയിട്ടാണ് നിങ്ങളിൽ നിന്ന് കടം വാങ്ങുന്നത്, തിരിച്ചു തരും. അങ്ങനെ അവധിയൊക്കെ നിശ്ചയിച്ചു കൊടുത്തു. ദീനാറൊക്കെ വാങ്ങി മറ്റേ ആൾ കപ്പലും കയറി തിരിച്ച് നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് പോയിട്ട് സുഹൃത്തുക്കളെ, കടം തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റായി. കപ്പൽ കയറിയിട്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം. കാരണം കപ്പൽ കയറി പോകേണ്ട നാടല്ലേ, കുറെ ദൂരം സഞ്ചരിക്കണല്ലോ. അപ്പൊ അദ്ദേഹം കൊടുക്കാനുള്ള പണമൊക്കെ ദീനാറൊക്കെ കയ്യിലാക്കിയിട്ട് കപ്പൽ കയറി പോകാമെന്ന് കരുതിയിട്ട് കടൽക്കരയിൽ വന്നു. കപ്പലൊക്കെ ഉണ്ട്, പക്ഷെ ഇദ്ദേഹം കടൽക്കരയിൽ കപ്പൽ കയറുന്ന സ്ഥലത്തെത്തിയപ്പോഴേക്ക് കപ്പൽ വിട്ടുപോയി. പടച്ച റബ്ബേ, ഇന്നാണല്ലോ ഞാൻ ഈ പണം കൊടുക്കേണ്ടത്, നാളാകാൻ പറ്റൂലല്ലോ.